മക്കളെ കണക്ക് മാഷാണ്. 10ാം ക്ലാസ്സിൽ ഈ വർഷം ഓണപരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. ഓണപരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും കണക്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? അപ്പൊ നോക്കിക്കോട്ടെ മക്കളെ, നമുക്ക് തന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെയാ തന്നുള്ളതെന്ന് നോക്കി വെക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് ടേമും അതിന്റെ പൊസിഷനും കിട്ടിക്കഴിഞ്ഞാൽ, രണ്ട് ടേമും അതിന്റെ പൊസിഷനും അതിന്റെ സ്ഥാനവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസമാണ്. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് പദങ്ങളുടെ വ്യത്യാസം, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ്. നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണ് ടേം ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലിയ പൊസിഷനിലുള്ള ടേം തന്നെ നമ്മൾ എപ്പോഴും ആദ്യം എടുക്കണം. വലിയ പൊസിഷനിലെ ടേം എന്ന് പറയുന്നത് 60 ആണ്. നോക്കിക്കോ, നമുക്ക് എന്താണ് വരിക? 60 മൈനസ് 80 ബൈ 7 മൈനസ് 4 എന്നാണ് നമുക്ക് കിട്ടുക. 60ൽ നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -20 എന്നാണ്. -20 ബൈ 3 ആണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. ക്ലിയർ ആണോ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി -20 ബൈ 3. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ പദം കാണാനാണ്, 10th ടേം കാണാനാണ്. നമുക്ക് അറിയാവുന്ന കാര്യം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -20 ബൈ 3 ആണ്. ആണെങ്കിൽ നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. 10ാമത്തെ ടേം എന്ന് പറയുന്നത് 7ാമത്തെ ടേമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ്, 3 പൊതുവ്യത്യാസം കൂട്ടിയതല്ലേടാ? 7ാമത്തെ ടേമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമ്മൾ എവിടെ എത്തും? 10ാമത്തെ ടേമിലെത്തും. നോക്കിയോക്കോ, 7ാമത്തെ ടേം നമുക്കറിയാം. 7ാമത്തെ ടേം എന്ന് പറയുന്നത് 60 ആണ്. അതിന്റെ കൂടെ നമുക്ക് 3 കോമൺ ഡിഫറൻസ്, 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -20 ബൈ 3. നമുക്ക് 3 ഇൻറ്റു -20 ബൈ 3, നമുക്ക് ഈ 3 നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാല് 60 മൈനസ് 20 എന്ന് നമുക്ക് വരും. 60 മൈനസ് 20 സമം നമുക്ക് എന്ത് കിട്ടി? 40 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈ സീക്വൻസിലെ 10ാമത്തെ ടേം വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 7ാമത്തെ ടേമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമ്മൾ 10ാമത്തെ ടേമിലെത്തും. നമുക്ക് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേം നമുക്ക് 7ാമത്തെ ടേം അറിയാം, 10ാമത്തെ ടേം അറിയാം, 4ാമത്തെ ടേമും അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ 4ാമത്തെ ടേം ആണ് എടുക്കുന്നത്. 4ാമത്തെ ടേമിൽ നിന്നും നമ്മുടെ 3 കോമൺ ഡിഫറൻസ് കുറച്ചാല്, ബാക്കിലേക്ക് ആയതുകൊണ്ട് നമ്മൾ കുറയ്ക്കുകയാണ്, 3 കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമ്മൾ എവിടെ എത്തും? ഫസ്റ്റ് ടേമില് ആദ്യ പദത്തിലെത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ടേം എന്ന് പറയുന്നത് 80 ആണ്. 80ൽ നിന്ന് നമ്മൾ 3 കോമൺ ഡിഫറൻസ് കുറച്ചാൽ 20/3 -20/3 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. 20/3 കുറച്ചാൽ നമ്മൾ 3 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇനി വരുന്നത് 80 മൈനസ് -20 ആണ്. 80 മൈനസ് -20, 80 പ്ലസ് 20 സമം നമുക്ക് എന്ത് കിട്ടി? 100 എന്ന ആൻസർ കിട്ടി. അതായത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. x10ഉം x1ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.